കണ്ണൂർ സെൻട്രൽ ജയിലിലെ മലിനജലം ഒഴുക്കിവിടുന്നത് പൊതുസ്ഥലത്തേക്ക് എന്നുള്ള വാർത്തയാണ്. ജയിലിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളടക്കമുള്ള മാലിന്യം ദേശീയപാതയുടെ വശങ്ങളിലെ ഓവുചാലിലേക്ക് ഒഴുക്കിവിടുകയാണ്. ദുർഗന്ധവും വൃത്തിഹീനമായ അവസ്ഥയുമാണ് പ്രദേശത്തെന്ന പരാതി പറഞ്ഞിട്ടും ജയിൽ അധികാരികൾ മൗനം പാലിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മാലിന്യമുക്ത നവകേരളം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം, പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാതിരിക്കുക, ഇതൊക്കെ സർക്കാരിൻ്റെ മാലിന്യമുക്ത പദ്ധതികളുടെ ടാഗ് ലൈനുകളിൽ ചിലതാണ്. പക്ഷേ സർക്കാരിൻ്റെ ജയിൽ വകുപ്പിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന് ഈ ടാഗ് ലൈനുകൾക്ക് മറ്റൊരു വേർഷനുണ്ട്. തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ദേശീയപാതയോട് ചേർന്ന പുതിയ തെരുവിലാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സെൻട്രൽ ജയിലിൽ നിന്നുള്ള എല്ലാ മലിനജലവും ഒഴുക്കിവിടുന്നത് ദേശീയപാതയോട് ചേർന്നുള്ള ഈ ഓവുചാലിലാണ്. ദുർഗന്ധം കാരണം ഈ മേഖലയിൽ ഒരിടത്തും തന്നെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. നിരവധി തവണ പരാതികൾ നൽകി. ജയിലധികാരികൾക്ക് ജനങ്ങളുടെ പരാതിയിൽ പുല്ലുവിലയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപാട് തവണ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു അതിൽ നിന്നും ഒരു ഇതും വന്നിട്ടില്ല. ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ ഓരോ ആൾക്കാർ മൂക്ക് പൊത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടാവുക. തൊട്ടടുത്ത കടകളിലെത്തുന്നവരും ബസ് കാത്തു നിൽക്കുന്നവരും അനുഭവിക്കുന്നത് വലിയ പ്രയാസമാണ്. നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ജയിലിൻ്റെ അധികൃതരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റും ഇത്. അതാണ് അവർക്ക് വേണ്ടത്ര സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഈ അന്തേവാസികളെ കൊണ്ടൊക്കെ ധാരാളം പുറത്തും എല്ലാം ജോലി ചെയ്യിക്കുന്നതാണ്. അവർക്കിത് പരിഹരിക്കാൻ പറ്റും എളുപ്പത്തിൽ. പക്ഷേ അങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. റോഡിന് ഇരുവശങ്ങളിലുമായി വലിയ കുഴികളുണ്ടാക്കി അതിലേക്കാണ് തടവുകാർ കുളിക്കുന്നതിൻ്റെയും ഭക്ഷണമുണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ മലിനജലം ഒഴുക്കിവിടുന്നത്. ഹോട്ടലുകളിൽ നിന്നോ മറ്റേതെങ്കിലും പൊതുസ്ഥാപനങ്ങളിൽ നിന്നോ മലിനജലം പുറത്തേക്ക് ഒഴുക്കിയാൽ കർശനമായ നടപടികൾ ഉണ്ടാവും. അങ്ങനെ വേണ്ടെന്നല്ല പറയുന്നത്, ശക്തമായ നടപടി എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. എന്നാൽ സർക്കാരിൻ്റെ ഒരു സംവിധാനം തന്നെ ഇത്തരത്തിൽ മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിയിട്ടും പരാതികൾ നിരവധി നൽകിയിട്ടും എന്തുകൊണ്ടാണ് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തത്? വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.